സാധാരണ കോളേജിൽ പഠിക്കുന്ന ഒരു 18 വയസ്സ് മേലോട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം കാശുള്ള വീട്ടിലെ കുട്ടികളാണെങ്കിൽ 2 വീലർ വാങ്ങിയിരിക്കും. ഇപ്പോൾ സ്കൂട്ടറായിട്ടോ ബൈക്കായിട്ടോ ഒക്കെ മേടിക്കും. പിന്നെ അല്ലാതെ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരാണ് ബസ്സുകളെ ആശ്രയിക്കുന്നത്. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തും എത്തിയിട്ടുണ്ട്. ഏകദേശം 19 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ഈ വരുന്ന കോടി നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പിഴിയാനുള്ള പരിപാടിയാണോ KSRTC നടത്തുന്നത് എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പങ്ക് വഹിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ സംവിധാനത്തിന്റെ കടമയാണ് എന്നുള്ള കാര്യം ബോധ്യമാക്കുക അല്ലെങ്കിൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ് KSRTC ആദ്യം ചെയ്യേണ്ടത്. KSRTC ബസ്സുകളിലെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഓൺലൈനായി പുതുക്കുന്നതിന്റെ ചാർജ് മുൻപ് 10 രൂപയായിരുന്നു. അത് ഒറ്റയടിക്ക് 110 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തും എത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു വലിയ, അതായത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വലിയൊരു അടിയാവും ഇത്. അപ്പം അത് കുറയ്ക്കണമെന്നും ഇത് പാടില്ല എന്നും പറഞ്ഞിട്ടാണ് സംഘടനകൾ, ഈ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരിക്കും അതൊരു തെറ്റായ സമീപനമാണ് ശരിക്കും KSRTC ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ബസ്സിൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ടിക്കറ്റ് കൺസെഷൻ എടുത്ത് യാത്ര ചെയ്യാൻ വരുന്നവരെല്ലാം ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും. തന്നെയുമല്ല, പിന്നെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രിവിലേജ് ഉണ്ട് സ്കൂളുകളിൽ. ഇപ്പം അത്യാവശ്യം കാശും പുത്തനും ഒക്കെ ഉള്ള കുട്ടികളെല്ലാം ഇന്ന് 10,000, 3,000 അല്ലെങ്കിൽ 2,500 ഒക്കെ മുടക്കിയിട്ട് അവരുടെ സ്കൂൾ ബസ്സുകളിൽ തന്നെ പോകാൻ ശ്രമിക്കാറുണ്ട്. വലിയ പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള വലിയ സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരും എന്ത് ചെയ്യും, കോളേജ് ബസ്സുകളുണ്ട് അവർക്ക്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് പല കോളേജുകളിലും കാർമൽ അടക്കമുള്ള വലിയ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവരുടേതായ കോളേജിന് ബസ്സുകളുണ്ട്, സ്കൂളുകൾക്ക് ബസ്സുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ പോവാത്ത എങ്ങനെയുള്ള ആൾക്കാരാണ്? ഇപ്പോൾ സാധാരണ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, സാധാരണ കോളേജിൽ പഠിക്കുന്ന ഒരു 18 വയസ്സ് മേലോട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം കാശുള്ള വീട്ടിലെ കുട്ടികളാണെങ്കിൽ 2 വീലർ വാങ്ങിയിരിക്കും. ഇപ്പോൾ സ്കൂട്ടറായിട്ടോ ബൈക്കായിട്ടോ ഒക്കെ മേടിക്കും. പിന്നെ അല്ലാതെ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരാണ് ബസ്സുകളെ ആശ്രയിക്കുന്നത്. കാരണം ഒന്ന്, ഈ 18 വയസ്സിൽ താഴെ പ്രായമുള്ള 2 വീലർ ഓടിക്കാൻ ലൈസൻസ് കിട്ടാത്ത കുട്ടികളുണ്ട്. അവരൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ഇപ്പോഴും KSRTC ബസ്സുകളെ ആശ്രയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബസ്സുകളെ, ലൈൻ ബസ്സുകൾ നമ്മൾ പറയുന്ന ഈ ലോക്കൽ ബസ്സുകളെ ആശ്രയിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാം സാധാരണ നിലയിൽപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് നമുക്ക് കാണേണ്ടി വരും. അത്രയും ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1000 രൂപ പെൺകുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതെങ്ങും എത്തിയില്ല എന്നുള്ളതാണ്, അത് നടപ്പിലായില്ല എന്നുള്ളതാണ് അതിനകത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് അവർക്കൊരു സ്കോളർഷിപ്പ് പോലെ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ഇന്ന് പിന്നെ മുഖ്യമന്ത്രി വന്നിട്ട് പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട് KSRTCയിൽ ഇത് അനുവദിക്കുന്ന ഒരെണ്ണമാണ് തുടങ്ങിയതെങ്കിൽ, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തതെങ്കിൽ, വളരെ പ്രാധാന്യമുള്ള പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ഒരു 1000 രൂപ അനുവദിക്കുന്നതിനെ കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ അത്തരം കുട്ടികളെക്കാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ മെക്കാനിസം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ അതല്ല ചെയ്ത്. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫീസ് കുത്തനെ കൂട്ടുക, 11% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. അപ്പം 100 കിടന്ന ഒരിടത്ത് നിന്നും 10 കിടന്ന ഒരിടത്ത് നിന്നും 110 അത് വർദ്ധിപ്പിക്കുക എന്ന് ആലോചിക്കും. 110, എനിക്കൊന്ന് അത്രയും ശതമാനം വർധനവ് വരുത്തിക്കൊണ്ട് ആ കുട്ടികളുടെ നട്ടലൊടിക്കുക എന്നുള്ളതല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെ ഞാൻ കരുതുന്നത്, ഈ പറയുന്ന വനിതാ യാത്രക്കാരെന്ന് പറയുന്ന യാത്രക്കാർ അവർക്ക് സൗജന്യം ഏർപ്പെടുത്താൻ പോകുന്നത് കൊണ്ട് അതിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചെറിയ നഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു നഷ്ടമുണ്ട്. ചെറിയ നഷ്ടമെന്നല്ല, ഒരു വലിയ നഷ്ടമുണ്ട്. ഏകദേശം 19 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ഈ വരുന്ന കോടി നഷ്ടം നികത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു കുറച്ച് ഭാഗമെങ്കിലും നികത്താൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പിഴിയാനുള്ള പരിപാടിയാണോ KSRTC നടത്തുന്നത് എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. കാര്യം അത്ര പോലും നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇക്കാര്യത്തിൽ. അതുപോലെ ഒരു വർധനമാണ് വരുത്തിയിരിക്കുന്നത്. 10 രൂപ അതൊരു കാര്യമല്ല. 10 രൂപ ഇന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ചോദിക്കുക, എന്നാൽ പിന്നെ കുട്ടികളെല്ലാവരും ഇന്ന് വലിയ ഹൈഫൈ ലൈഫല്ലേ? അല്ല, നമ്മൾ ചിന്തിക്കുന്നതാണ് പലരും അങ്ങനെയാണെന്ന്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ നാട്ടിൻപുറങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കോളേജുകളിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? അവരൊക്കെ എങ്ങനെയാണ്? ഇത്രയും സമ്പന്നതയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടോ? ഇല്ല, അവരൊക്കെ ഈ സ്റ്റുഡൻസ് കൺസെഷനിൽ വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ പോകാൻ വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും KSRTC പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നേ. അത് അവരുടെ പിന്നെ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്, അവർ പാലിക്കേണ്ട ഡ്യൂട്ടിയാണ് അവർ. കാരണം എന്താ,
ഒരു പിന്നെ സർക്കാർ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനം അവിടുത്തെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഒരുക്കിയിരിക്കുന്ന ഒരു അല്ലെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യമാണ് ഈ സ്റ്റുഡൻസ് കൺസെഷൻ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൽ ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരാണെങ്കിൽ ഓക്കെ, അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഒരു പ്രൈവറ്റ് ബസ്സുകാർ പലയിടങ്ങളിലും നമുക്കറിയാം കുട്ടികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ ദൂരം മാറ്റി നിർത്തുന്ന ശീലം പല പ്രൈവറ്റ് ബസ്സുകൾക്കും ഉണ്ട്. കാരണം എന്താ, കുട്ടികളെല്ലാം കൂടെ വൈകുന്നേരം ഇടിച്ച് കയറി കഴിഞ്ഞാൽ വലിയ ടിക്കറ്റുകാർക്ക്, അതായത് മെയിൻ ടിക്കറ്റുകാർക്ക് കയറി നിൽക്കാൻ ഫുൾ ടിക്കറ്റ് എന്ന് പറയും, ഫുൾ ടിക്കറ്റുകാർക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടില്ല, അല്ലെ ഫുൾ ടിക്കറ്റിനെ കയറ്റാൻ പറ്റില്ല, അത് അവർക്ക് നഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ നിൽക്കുന്നിടത്തു നിന്ന് ബസ് മാറ്റി നിർത്തും. ഇതിനകത്ത് ശക്തമായ ഒരു ഇടപെടൽ RTO ഒക്കെ നടത്തിയോണ്ടാണ് കുട്ടികളുടെ, അല്ലെങ്കിൽ ആ സമയത്ത് പോലീസ് അവിടെ നിൽക്കാൻ തുടങ്ങി. കാരണം കുഞ്ഞുങ്ങൾ ഇങ്ങനെ വഴി നിൽക്കുക, ആ കയറുന്ന കുട്ടികൾ 3-4 കുട്ടികളെ കയറ്റും. അപ്പോൾ ഒരു 10-15 കുട്ടികൾ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൽ 3-4 കുട്ടികളെ മാത്രം കയറ്റും. എന്നിട്ട് ആ ബസ് എടുത്തിട്ട് പോകും, ബാക്കിയുള്ളവരെ അവിടെ നിർത്തും, അടുത്ത ബസ് വന്നിട്ട് വേണം അടുത്ത കുട്ടികൾ കയറാൻ. ഈ രീതിയാണ് പിന്നെ പ്രൈവറ്റ് ബസ്സുകാർ കാണിച്ചുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രശ്നത്തിനിറങ്ങി, SFI അടക്കമുള്ള സംഘടനകൾ ബസ്സിന് വട്ടം നിൽക്കാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇപ്പം കുട്ടികൾക്ക്, പിന്നെ അതുപോലെ കുട്ടികൾ എല്ലാവരും കയറിയതിന് ശേഷം ഇപ്പം സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ് കുട്ടികളെല്ലാവരും കയറി, പിന്നെ ആളുകളെല്ലാം കയറി സീറ്റ് ഫുള്ളാവണം. സീറ്റ് ഫുള്ളായി അവർ കയറിയതിന് ശേഷം മാത്രമേ കുട്ടികളെ പ്രവേശിപ്പിക്കൂ. അതുവരെ ആ കുഞ്ഞുങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ഈ ഒരു സംവിധാനം ഇവർക്ക് പിന്നെ സ്വകാര്യ ബസ്സുകൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആരാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്? സർക്കാർ സംവിധാനത്തിനുള്ള ഒരു ട്രാൻസ്പോർട്ട് വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ സംവിധാനമാണ് കുഞ്ഞുങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് കൺസെഷൻ അനുവദിക്കുമ്പോൾ 10 രൂപ മാത്രം, 10 രൂപ പോലും മേടിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ 10 രൂപയെങ്കിൽ 10 രൂപ അത് മേടിക്കാം, അല്ലെ പോട്ടെ 25 രൂപയായിട്ട് അത് ഉയർത്താം, ഒരു 15 രൂപയും കൂടെ കൂടുതൽ കേട്ടാം. കാരണം കാലം മാറിക്കൊണ്ട് 25 രൂപ കൂടുതലാക്കിക്കോ. എന്നാൽ അങ്ങനെ അല്ലല്ലോ ചെയ്തത്. അവർക്ക് കൂടെ 110 രൂപയിലേക്ക് 100 രൂപയുടെ അധിക ഇതാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണോ ഒരു KSRTC പോലുള്ളൊരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്? ഞങ്ങൾക്ക് ഭാവിയിൽ നഷ്ടമുണ്ടാകും. കാര്യം പ്രിയദർശിനി പോലെയുള്ള ഒരു സംവിധാനം ഇവിടെ അല്ലെങ്കിൽ KSRTCക്ക് മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കുട്ടികളെ പിഴിയും എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. ശരിക്കും ആ തീരുമാനത്തിൽ നിന്നും KSRTC പിന്മാറണം. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പങ്ക് വഹിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ കടമയാണ് എന്നുള്ള കാര്യം ബോധ്യമാക്കുക, അല്ലെങ്കിൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ് KSRTC ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് മാറുകയാണ് വേണ്ടത്. അതിനകത്ത് സർക്കാർ സംവിധാനം കൃത്യമായി, അല്ലെങ്കിൽ ഇപ്പം CP ജോൺ എന്ന് പറയുന്ന മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നല്ല അറിവുള്ള മനുഷ്യനാണ് CP ജോൺ എന്ന് പറയുന്നത്. അല്ലാതെ വെറും ഒരു 7ാം ക്ലാസ്സും കുത്തി കൊണ്ട് നടക്കുന്ന ഒരു സാധാരണക്കാരനൊന്നുമല്ല. അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്, അദ്ദേഹത്തിന് നല്ല അറിവുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ CP ജോൺ എന്ന് പറയുന്ന മന്ത്രിയുടെ ശക്തമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുക തന്നെ വേണമെന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും കാര്യം കുട്ടികളാണ്, വിദ്യാഭ്യാസത്തിന്റെ പിന്നെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന ഒരു മന്ത്രിയാണെന്ന് പറയാം. തന്നെയല്ല അതേ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി കൂടിയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന CMPയിലെ നേതാവ് കൂടിയായ CP ജോൺ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി KSRTCയെ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.